അച്ഛൻ പറഞ്ഞ കഥകളുടെ 18-ാം ഭാഗം അർജുനപുത്രനായ അഭിമന്യുവും ഭീമപുത്രനായ ഘടോൽക്കചനും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെയും പിന്നീട് സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവിൽ ഉടലെടുക്കുന്ന ആത്മബന്ധത്തിൻ്റെയും കഥ പറയുന്നു. അഭിമന്യുവും ബലരാമപുത്രിയായ ശശിരേഖയും തമ്മിലുള്ള വിവാഹം നടത്താൻ അതിനാടകീയമായ രംഗങ്ങളിലൂടെ ഘടോൽക്കചൻ നടത്തുന്ന ശ്രമങ്ങളും ഇവിടെ പ്രതിപാദിക്കുന്നു. ദുര്യോധനപുത്രനായ ലക്ഷ്മണകുമാരൻ മറ്റൊരു പ്രധാന കഥാപാത്രമാകുന്നു. അർജുനന് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച ചന്ദ്രദേവൻ്റെ അംശാവതാരമാണ് അഭിമന്യു. അഭിമന്യുവിൻ്റെ ജനനകഥ മുൻപുള്ള കഥകളിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ആവർത്തന വിരസത ഒഴിവാക്കുന്നു. ശകുനിയുടെ കള്ളച്ചൂതിൽ പരാജയപ്പെട്ട് പാണ്ഡവർ വനവാസത്തിന് നിർബന്ധിതരായ കാലം, സുഭദ്ര മകനെയും കൂട്ടി സഹോദരങ്ങളായ ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അടുത്തേക്ക് ദ്വാരകയിലേക്ക് പോകുന്നു. അഭിമന്യുവിൻ്റെ ബാല്യകാലത്ത് ബലരാമനും ശ്രീകൃഷ്ണനും അഭിമന്യുവിനെ ആയോധന കലകൾ അഭ്യസിപ്പിക്കുകയും അഭിമന്യു പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടി അസാമാന്യ പാടവത്താൽ അത് പഠിച്ചെടുക്കുകയും തികഞ്ഞ യോദ്ധാവായി മാറുകയും ചെയ്തു. അതിനിടയിൽ അഭിമന്യുവും ബലരാമൻ്റെ പുത്രിയായ ശശിരേഖ എന്ന വത്സലയും തമ്മിൽ സ്നേഹബന്ധം ഉടലെടുക്കുകയും അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ സുഭദ്ര കാര്യം ബലരാമനോട് സൂചിപ്പിക്കുകയും ഇരുവരുടെയും വിവാഹം പിന്നീട് നടത്താമെന്ന് ബലരാമൻ വാക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അഭിമന്യുവിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അഭിമന്യുവിനും സുഭദ്രയ്ക്കും ശ്രീകൃഷ്ണൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരികയും ഈ കാലയളവിൽ അഭിമന്യുവിനും ശശിരേഖയ്ക്കും പിരിഞ്ഞിരിക്കേണ്ടിയും വന്നു. ബലരാമൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു ദുര്യോധനൻ. ദുര്യോധനോടുള്ള ശിഷ്യവാത്സല്യത്താൽ ബലരാമൻ സുഭദ്രയ്ക്ക് നൽകിയ വാക്ക് തെറ്റിച്ച് തൻ്റെ മകളായ ശശിരേഖയെ ദുര്യോധനപുത്രനായ ലക്ഷ്മണകുമാരന് വിവാഹം കഴിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ സുഭദ്ര അഭിമന്യുവിനെയും കൂട്ടി ദ്വാരകയിലേക്ക് തിരിച്ചു. ഏതു വിധേനയും അഭിമന്യുവും ശശിരേഖയും തമ്മിലുള്ള വിവാഹം നടത്തിയിരിക്കും എന്ന വാശിയിലായിരുന്നു സുഭദ്ര. ഒരു കൊടും വനത്തിലൂടെയായിരുന്നു അവർക്ക് സഞ്ചരിക്കേണ്ടിയിരുന്നത്. ഭീമന് കിടുമ്പിയിലുണ്ടായ മകൻ ഘടോൽക്കചൻ ഭരിച്ചിരുന്ന കാടായിരുന്നു അത്. അനുവാദമില്ലാതെ അതുവഴി കടന്നു വന്ന അമ്മയെയും മകനെയും ഘടോൽക്കചൻ കാണുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തു. തന്നെ ചോദ്യം ചെയ്ത ഘടോൽക്കചനെ അഭിമന്യു എതിരിടുകയും അങ്ങനെ അർജുനപുത്രനും ഭീമപുത്രനും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുകയും ചെയ്തു. എതിരാളി സാധാരണക്കാരനല്ലെന്ന് ഇരുവരും മനസ്സിലാക്കി. അപ്പോൾ ഹിഡുംബി അവിടെ എത്തുകയും സുഭദ്രയോട് ആരാണെന്ന് തിരക്കുകയും ചെയ്തു. അർജുന പത്നിയും മകനുമാണെന്ന് തിരിച്ചറിവിൽ ഹിഡുംബി ഘടോൽക്കചനോട് നീ നിന്റെ അനുജനോടാണ് പോരാടുന്നതെന്ന് അറിയിച്ചു. സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവിൽ ഇരുവരും പരസ്പരം ക്ഷമ ചോദിക്കുകയും അവർക്കിടയിൽ ഗാഢമായ ഒരു ആത്മബന്ധം ഉടലെടുക്കുകയും ചെയ്തു. അഭിമന്യു ശശിരേഖ പ്രണയകഥ അറിഞ്ഞ ഘടോൽക്കചൻ ഏതു വിധേനയും അവരുടെ വിവാഹം താൻ നടത്തിയിരിക്കുമെന്ന് സുഭദ്രയ്ക്ക് വാക്കുകൊടുത്തു. അങ്ങനെ ഇരുവരെയും സ്വന്തം താമസ സ്ഥലത്തെത്തിച്ച ഘടോൽക്കചൻ അഭിമന്യു നൽകിയ സന്ദേശവുമായി ശശിരേഖയ്ക്കരികിലേക്ക് തിരിച്ചു. തൻ്റെ മായാവി ശക്തിയാൽ ശശിരേഖയ്ക്കരികിലെത്തിയ ഘടോൽക്കചൻ താൻ അഭിമന്യുവിൻ്റെ ജ്യേഷ്ഠനാണെന്ന് അറിയുകയും സന്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ സന്ദേശമനുസരിച്ച് ഘടോൽക്കചൻ തൻ്റെ മായാവി ശക്തിയാൽ ശശിരേഖയെ കിടക്കയോടെ എടുത്ത് അഭിമന്യുവിൻ്റെയും സുഭദ്രയുടെയും അടുത്തെത്തിച്ചു. ശേഷം ശശിരേഖയുടെ രൂപം കൈക്കൊള്ളുകയും തിരികെ ബലരാമൻ്റെ കൊട്ടാരത്തിലെത്തുകയും ചെയ്തു. അങ്ങനെ ശശിരേഖയും ലക്ഷ്മണകുമാരനും തമ്മിലുള്ള വിവാഹത്തിന് മുഹൂർത്തമായി. വരൻ വധുവിൻ്റെ കരം ഗ്രഹിക്കുന്ന സമയത്ത് ശശിരേഖയുടെ രൂപം കൈക്കൊണ്ടിരുന്ന ഘടോൽക്കചൻ ലക്ഷ്മണകുമാരൻ്റെ കൈ പിടിച്ചു പിടിക്കുകയും സ്വന്തം രൂപം കൊണ്ട് ആകാശത്തേക്ക് പറക്കുകയും ചെയ്തു. അങ്ങനെ കൗരവപക്ഷം എളിഫ്യരാകുകയും യാദവപക്ഷം നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടിയും വന്നു. ശേഷം അഭിമന്യുവിൻ്റെ അടുത്തെത്തിയ ഘടോൽക്കചൻ അഭിമന്യുവിൻ്റെയും ശശിരേഖയുടെയും വിവാഹം നടത്തുകയും ചെയ്തു. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർ ചക്രവ്യൂഹം ചമയ്ക്കുകയും ചക്രവ്യൂഹം ഭേദിച്ച് മുന്നേറിയ അഭിമന്യുവിനെ പഴയ പക ഉള്ളിൽ വെച്ച് ലക്ഷ്മണകുമാരൻ എതിരിടുകയും ചെയ്തു. കടുത്ത പോരാട്ടത്തിനൊടുവിൽ അഭിമന്യു ലക്ഷ്മണകുമാരനെ വധിച്ചു. സ്വന്തം മകനെ വധിച്ച അഭിമന്യുവിനെ ദുര്യോധനൻ ചതിച്ചു കൊന്നതും ഇതറിഞ്ഞ ഘടോൽക്കചൻ ദുഃഖം താങ്ങാനാവാതെ സർവ്വശക്തിയുമെടുത്ത് തിരിച്ചടിച്ചതും ഒടുവിൽ കർണൻ്റെ വാസവി ശക്തിയാൽ കൊല്ലപ്പെട്ടതുമെല്ലാം മുൻകഥകളിൽ നമ്മൾ കണ്ടതാണല്ലോ. ഗാഢമായ ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ഘടോൽക്കചനും അഭിമന്യുവും പാണ്ഡവപക്ഷത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച യോദ്ധാക്കൾ എന്നതിലപ്പുറം അത്യുജ്വലമായ രണ്ട് കഥാപാത്രങ്ങളായി ഏവരുടെയും മനസ്സിൽ ഇന്നും നൊമ്പരമുണർത്തുന്നു. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 19-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.